അടുത്ത ആഴ്ചത്തെ പവർ ടീമിനെ കണ്ടെത്താനുള്ള ടാസ്ക് കുറച്ചു മുന്നേ ലൈവിൽ നടന്നിരുന്നു. ജിൻഡോയുടെയും ജാസ്മിൻ്റെ ടീമും തമ്മിലും അതുപോലെ തന്നെ ഗബ്രിയുടെയും അപ്സരയും അടങ്ങുന്ന ടീമും തമ്മിലായിരുന്നു മത്സരം. ഈ മത്സരത്തിനിടയിൽ ഗബ്രിക്ക് വേണ്ടി സ്വന്തം ടീമിനെ രണ്ടാമത്തെ റൗണ്ടിൽ ജാസ്മിൻ തോൽപ്പിച്ചോ എന്നൊരു സംശയം ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അതായത് രണ്ടാമത്തെ റൗണ്ടിൽ ഗബ്രിയും ശരണ്യയും അതുപോലെ തന്നെ ജിൻഡോയും ജാസ്മിനുമായിരുന്നു ടീം. ശരണ്യ ഒരു സ്ഥലത്ത് പോയി ഒളിച്ചു, അതായത് നമ്മുടെ സിഗരറ്റ് വലിക്കുന്ന അവിടെ പോയി ഒളിച്ചു. ജാസ്മിൻ അവിടെ വരെ പോയി നോക്കിയിട്ട് തിരിച്ചു പോന്നു. ശരണ്യനെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ വരെ പോയിട്ട് കാണാതിരിക്കില്ല. അത് പിന്നെ നമ്മുടെ നന്ദന എടുത്ത് ചോദിക്കുന്നുണ്ട്, നീ രണ്ട് തോണിയിലും കാലിട്ട് നിൽക്കാതെ ഒരു ടീമിന് വേണ്ടി കളിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഗബ്രി എൻ്റെ ടീമാണ്, പക്ഷേ ഞാൻ എൻ്റെ ടീമിന് വേണ്ടി നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. പക്ഷേ ആ പുകവലി വലിക്കുന്ന അവിടെ വരെ പോയി നിന്നിട്ട് ശരണ്യെ അവിടെ നിന്ന് കണ്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്നത് ശരിയായതോ എനിക്ക് തോന്നുന്നില്ല. കാരണം ജിൻഡോയ്ക്കും അങ്ങനെ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. കാരണം ജിൻഡോയും അത് ജാസ്മിനോട് ചോദിച്ചു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. പക്ഷേ അവിടെ ശരണ്യയുടെ മേലെ അത് ഒട്ടിക്കാതിരുന്നാൽ താൻ പുറത്താകുമെന്നറിയുന്ന ജാസ്മിൻ അറിഞ്ഞുകൊണ്ട് സ്വയം പുറത്തായതാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ലൈവ് കണ്ടവർ മാത്രം രേഖപ്പെടുത്തുക. കാണാത്തവർ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയരുത്. സ്വന്തം ടീമിനെ തോൽപ്പിക്കുക, എന്നിട്ട് ഗബ്രിക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുക, എന്നിട്ട് ഗബ്രിയുടെ ടീമിനെ രക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തോ എന്നൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ നന്ദനയും ജാസ്മിനും തമ്മിൽ വലിയൊരു തർക്കവും ഉണ്ടായിട്ടുണ്ട്. നന്ദന പറഞ്ഞു നീ രണ്ട് തോണിയിലും കാലിട്ട് നിൽക്കാതെ ഒരു സ്വന്തം ടീമിന് വേണ്ടി കളിക്കൂ എന്ന് പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞു ഞാൻ എൻ്റെ ടീമിന് വേണ്ടി ആത്മാർത്ഥമായി കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ലൈവ് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി. കാരണം നമുക്ക് കണ്ണുണ്ടല്ലോ, കണ്ണുകൊണ്ട് കാണാത്തതൊന്നുമല്ല പുകവലിക്കുന്ന അവിടെ ശരണ്യനെ പോലെ ഒരു വലിയ മനുഷ്യൻ ഇരിക്കുമ്പോൾ അത് കാണാതിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു ശരിയുമില്ല. അറിഞ്ഞുകൊണ്ട് സ്വന്തം ടീമിനെ ജാസ്മിൻ തോൽപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്.